എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവും. ആയുസിന്റെ എത്ര ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ചു. അതായത് പ്രായത്തെ അതിജീവിക്കാൻ എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവും. മരിക്കാൻ വേഗം ആരെങ്കിലും ആഗ്രഹിക്കില്ല. എന്നാൽ ഞാൻ മരിക്കട്ടെ എന്ന് ഒരാൾക്ക് പറയാമോ? ഒരു സത്യവിശ്വാസിക്ക് ഞാൻ ചോദിക്കുന്നു, സത്യവിശ്വാസിക്ക് ഞാൻ മരിക്കട്ടെ ഓ എന്ന് പറയാവോ? നിനക്ക് നിന്റെ ഇഷ്ടം നീ എന്നെ മരിപ്പിക്കലാണ് ഉത്തമമെങ്കിൽ നീ എന്നെ മരിപ്പിക്കുകയും ഞാൻ ജീവിക്കലാണ് നിനക്ക് ഉത്തമമെങ്കിൽ പറയാം നീ എന്നെ ജീവിക്കുകയും ചെയ്യണം. അതാണ് സത്യവിശ്വാസം. മരിക്കാൻ ആരും ആഗ്രഹിക്കില്ല. ആരോഗ്യത്തോടെ കൂടുതൽ ജീവിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. ഇതിപ്പോൾ നീ തിരിച്ചറിയുന്നില്ല. പ്രായത്തെ അതിജീവിക്കും, മുടി വെളുക്കുന്നതിനെ തടയും, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. വിഷമടിച്ച് അത് അടിച്ചാൻ്റെ വിഷമത്തിനുണ്ട്. ഞങ്ങൾക്കൊന്നും കാസർഗോഡ് വരെ പോകണം. ഇന്നെ ഇപ്പഴയിരുന്നില്ലേ ഞാൻ ഓർമ്മടിക്കലില്ല, റൈസാക്കലാണ് പുക വെച്ച് ഇളക്കും. എന്നിട്ട് ശ്വസിച്ച് അന്തരീക്ഷ മലിനീകരണം, ഫാക്ടറിയിലെ പോലെ നമുക്ക് ആന്റി ഓക്സിഡന്റ് ഇല്ല. ഫ്രീ റാഡിക്കൽസ് മുഴുവനും കൃഷി സ്ഥലത്ത് കട്ടിക്കുന്ന വിഷം മുതൽ സകലതും വാഹനങ്ങൾ നിരത്തിൽ നിറഞ്ഞൊഴുകി. നാഷണൽ ഹൈവേ പണി നടക്കുന്നുണ്ട്. ബാക്കിയുള്ള പണി നടക്കുമോ അനുഭവിക്കുന്നു. നാഷണൽ ഹൈവേ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഗതാഗതത്തിൽ ഒഴിവാക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നു, നമ്മൾ ഇങ്ങോട്ടെല്ലാം ചെറ്റോ അങ്ങനെയുള്ള പണി ഇതെല്ലാം നമ്മൾ അനുഭവിക്കണ്ടേ? അപ്പം എന്ന് വെച്ചാൽ ഫ്രീ റാഡിക്കൽസ് ആണ്. ആന്റി ഓക്സിഡന്റ് ഇല്ല. ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ പോയി. ആന്റി ഓക്സിഡന്റ് നമുക്കില്ലെങ്കിൽ പോയി. നമ്മൾ സെൽസ് സസ്യലതാദികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ജഗന്നിതാവായ തമ്പുരാൻ സെൽസിനെ നൽകിയിട്ടുണ്ട്, കോശങ്ങൾ. ചെറുപ്പകാലത്തെ ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇസ്മായിലെ ഒരു ഇല വെച്ചോണ്ടെന്ന് ഇത് ടീച്ചർ ഇല വെച്ചോണ്ടെന്നിരിക്കും. ഞാൻ കോശം കാണിച്ചാൽ ഗവി ടീച്ചറിനാണ് വീട് എന്നെ പഠിച്ചതിന് ടീച്ചർ. കോശ ടീച്ചർ അതെ ഞാൻ കോശം കാണിച്ചു തരാം. അങ്ങനെ ഇല പറിച്ചുകൊണ്ട് നിൽക്കാൻ ടീച്ചർ എന്ത് പണിയെടുക്കാറില്ല. ഇങ്ങനെ തീരലല്ല, ഇത് ഇങ്ങനെ വളർത്താണ്. ഇലനെ ഇങ്ങനെ വളർത്തിയാൽ ഇങ്ങനെ വളർത്തിയിട്ട് ടീച്ചർ പറഞ്ഞു, ഇതാണ് സെൽസ്, ഇതാണ് കോശം. ഇത് കോശം വിളക്കെന്ന് കാണിച്ചിരുന്ന കോശം. അതേപോലെ മനുഷ്യന്റെ ശരീരത്തിലും മൃഗങ്ങളിലും സസ്യജലാദികളിലും എല്ലാം തന്നെ എന്തുണ്ട്? കോശമുണ്ട്, സെൽസ്. ഈ സെൽസിനെ എല്ലാം കാണുന്ന ഡാമേജ് ആക്കുന്ന ആരാണ്? പോയി. ഫ്രീ റാഡിക്കൽസ്. ആന്റി ഓക്സിഡന്റ് നമുക്ക് കിട്ടുന്നുണ്ടോ? ഫ്രീ റാഡിക്കൽസ് നമ്മളെ മൂക്കിലെയും നമ്മുടെ വായിലെയും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെയും എല്ലാം കയറിയിട്ട് നമ്മളെ നശിപ്പിച്ച് സദാസമയം തിന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ചുറ്റി പറഞ്ഞാൽ അള്ളാഹ് റസൂലുള്ളാഹി പറഞ്ഞു 60-നും 70-നാണെന്ന്. അതിനുണ്ടാകുന്ന ഒരു സംശയമുണ്ട്. നമ്മളെല്ലാം കുറെ നല്ലത് തിന്ന് നമ്മളെ മക്കൾക്ക് തിന്നാൻ കഴിയോ? ഞാൻ ചോദിക്കുന്നു, നമ്മളെ മക്കൾക്ക് ഇന്ന് തിന്നാൻ കഴിയോ? നല്ലൊരു ആപ്പിൾ തിന്നാൻ കഴിയോ? നല്ല മുന്തിരി തിന്നാൻ കഴിയോ? ഒന്നും കഴിയോ? ഒന്നും വാങ്ങിക്കാനില്ല. ഇത് സെൽസിനെ റിപ്പയർ ചെയ്തിട്ട് നമ്മളൊരു വാഹനത്തിന് കേടായാലും ആ വാഹനം കൊണ്ടിട്ട് റിപ്പയർ ചെയ്യുന്നു. അതിന് ഗാരേജിലേക്ക് അയച്ചു. ഗാരേജിലേക്ക് പറഞ്ഞു, മോനെ ഇല്ല ഔഷധ കലാവും, ഇത് ആക്സിഡന്റ് ചെയ്യുമ്പോൾ ഭൂമിയിൽ ഒച്ച വരുന്നു. ഇതെല്ലാം തന്നെ നമുക്ക് പറഞ്ഞാൽ റിപ്പയർ ചെയ്യുന്നു. നമ്മൾ കാണാത്ത നമ്മുടെ ആന്തരിക അവയവങ്ങളെ റിപ്പയർ ചെയ്യുന്നു. എങ്ങനെ റിപ്പയർ ചെയ്യുന്നു? നമ്മളുടെ ശരീരത്തിൽ നമ്മൾ കാണാതെ കണ്ടിട്ടില്ല. നമുക്ക് കണ്ടില്ല. നമ്മൾ പാർശ്വത്ത് കണ്ടാൽ പോകുന്ന റോഡിൽ നടക്കുക നേരെ അത് പേടിക്കണ്ട. അതായത് നമ്മളുടെ ആന്തരികമായ ഈ അവയവങ്ങളെ ഈ സെൽസിനെ റിപ്പയർ ചെയ്ത് പവർഫുള്ളാക്കും. ഒരു ഇഞ്ചൻ, ഒരു മെഷീന്റെ ബോറിന് ഒരു ഓപ്പറേഷൻ ഇങ്ങനത്തെ പറയാനില്ല. ബോറ്, ഹൗസിങ്ങിന്റെ പ്രോബ്ലം, അതേപോലെ മറ്റുള്ള മെക്കാനിസത്തിൽ വരുന്ന പ്രോബ്ലം, ഇതെല്ലാം റിപ്പയർ ചെയ്യുന്ന ഒരാൾ റിപ്പയർ ചെയ്യുന്നത് പോലെ നമ്മുടെ കോശങ്ങളെ സെൽസിനെ റിപ്പയർ ചെയ്ത് പവർഫുൾ ആക്കി എടുക്കും. 95 കഴിക്കേണ്ടത് 30 പാക്കറ്റാണ് ഉണ്ടാക്കിയത്. പൈസ ആരും നോക്കണ്ട. അപ്പൊ ഞാൻ നിങ്ങളോട് അത് കണക്കൂട്ടാൻ വേണ്ടി പറയും. എന്താ വെച്ചാൽ 9 lakh ഒറാക്ക് വാല്യൂ, 9 lakh ഒറാക്ക് വാല്യൂ ഒരു ജ്യൂസാണ്. ഇതിൻ്റെ അകത്ത് 30 പാക്കറ്റ് ഉണ്ട്. 5 മാറുന്നൊന്നുമില്ല കേട്ടോ, ഒരു മാസം കഴിക്കാൻ. ഇത് എങ്ങനെ? ടാബ്ലറ്റ് കഴിക്കുന്ന എല്ലാവരും തന്നെ 200 മില്ലി തിളപ്പിച്ചാറ്റിയ വെള്ളം, ഇതിനാണ് മുക്തം അല്ലേ? തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് ഡോക്ടർ പറഞ്ഞു, തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നിന്ന് കുടിച്ചോമ്മ എന്ന് പറഞ്ഞാൽ അത് അണുമുക്തമാക്കലാണ് ആ വെള്ളത്തെ.
അത്ര പെർഫെക്റ്റ് ആയിട്ട് 200 മില്ലി വെള്ളം എടുത്തിട്ട് മരുന്ന് കഴിക്കുന്നവർ മരുന്ന് കഴിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇതാക്കുക, ഒരു പാക്കറ്റ് തന്നെ എടുക്കാം. നമ്മൾ ഇവിടെ പറയില്ല ഐസ് കാൻഡി എന്ത് പറയുന്നത്, അതിൻ്റെ ബാക്കറ്റ് ഐസ് ഇല്ല, എന്തെങ്കിലും പറയും ക്യാൻഡി ഐസ് ക്യാൻഡി അതല്ല അല്ലേ, ഐസ് ക്യാൻഡി പറ ഐസ് ക്യാൻഡി പോലത്തെ 30 എണ്ണം ഉണ്ട്. ഇതൊന്നും എടുത്തിട്ട് കത്രികൊന്നും വേണ്ട കേട്ടോ, കത്രിക മറ്റേ പറ്റുന്ന വേണ്ടാക്കണം. അതിന് സൈഡിൽ ഇങ്ങനെ പൊട്ടിക്കൊണ്ട് വരുന്നുണ്ട്, ഓപ്പൺ ഇങ്ങനെ വരുന്നുണ്ട്. അതിന് മെല്ലെ ഇതാക്കിയിട്ട് നല്ല സ്ക്യൂസ് ചെയ്തിട്ട് അതിലേക്ക് സ്ക്യൂസ് ചെയ്യുക, സ്ക്യൂസ് ചെയ്തിട്ട് പൂർണ്ണെല്ലാം എങ്ങനെ കുടിക്കണം. ഒറ്റയടിക്ക് കുടിക്കലല്ല കേട്ടോ, നമ്മളെ മതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒറ്റയടിക്ക് കുടിക്കാൻ പാടില്ല. ഇതിനും അത് പറയുന്നുണ്ട്. എങ്ങനെ അറിയാം, കുടിക്കണം. ചൂട് ചായ നമ്മൾ എങ്ങനെ കുടിക്കുന്നു അതേപോലെ ഇങ്ങനെ കുടിച്ചാൽ. പിന്നെ എങ്ങനെ ടാബ്ലറ്റ് ആരും കഴിക്കുന്നില്ല, ഒരു മരുന്നും കഴിക്കുന്നില്ല, രാവിലെ വെറും കഴിക്കുന്നു. സെയിം മെത്തേഡ്, സെയിം രീതി. 200 മില്ലി തിളപ്പിച്ചാക്കി വെള്ളം എടുക്കുക, ഇതേപോലെ കയ്യിലേക്ക് മെല്ലെ യൂസ് ചെയ്യുക, അതിൻ്റെ ഒരു സ്പൂണോട് മെല്ലെ കളിപ്പിച്ച് എങ്ങനെ സ്റ്റിപ്പ് ചെയ്ത് കുടിക്കാം. കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കണം എന്താവും, ഫിഗറെല്ലാം മാറും, കണ്ണിനെല്ലാം നല്ല പവർ വരും. തമാശ പറയുന്നതെല്ലാം കണ്ണിന് നല്ല പവർ വരും. തമാശ പറയുന്നല്ല, ഇതാ ഇവിടെ നല്ല കളർ വരും. വെളുക്കുന്നതിന് ചെറുക്കും, യുവത്വം നേരം വെക്കും. യുവത്വം ആരോഗ്യം വേണ്ടിയില്ലായിരിക്കും. അത് ആഗ്രഹിക്കാതെ ആരോഗ്യ യോഗത്ത്, ആരോഗ്യം ആഗ്രഹിക്കാതെ ആര്യ യോഗത്തില് അങ്ങനെ ഒരാളെ പറ്റില്ല. ആരോഗ്യത്തോടെ ആഗ്രഹിക്കുന്നതാണ്, ആരോഗ്യത്തോടെ തിരിച്ചു മരിക്കുന്നവനാണ്. സമയം മറ്റും കൊണ്ടു എല്ലാവരും കൊണ്ടു. പക്ഷേ ഈ നമ്മുടെ ജീവിതം മാത്രമേ, ജീവിക്കുന്ന ജീവിതം മാത്രമേ നല്ല അസുഖങ്ങളും ഇല്ലാതെ ജീവിക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. കൂട്ട് 3700 ഇതിന്റെ റേറ്റ്. നമുക്ക് അതുകൊണ്ട് സംസാരിക്കാൻ പറ്റും.